IB-യിലെ അവസരങ്ങൾ തീരുന്നില്ല. ഇപ്രാവശ്യം IB വിളിച്ചിരിക്കുന്നത് ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 ടെക് പോസ്റ്റുകളിലേക്കാണ്. 394 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് UR കാറ്റഗറിക്കാണ്. 157 വേക്കൻസീസും, OBC-ക്ക് 117 വേക്കൻസി, EWS-ന് 32, SC കാറ്റഗറിക്ക് 60 വേക്കൻസീസും, ST-ക്ക് 28 വേക്കൻസീസും ആണ് ഉള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IB-യുടെ പോസ്റ്റുകളിലൊന്നും തന്നെ PWBD പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി വരുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ ഡിഗ്രി പറയുന്നുണ്ടെങ്കിലും ഡിഗ്രിയുടെ കണ്ടീഷൻസ് കുറച്ച് പറയുന്നുണ്ട്. സോ ബാച്ചിലേഴ്സ് ഡിഗ്രി പറയുന്നുണ്ട്, പക്ഷേ സയൻസ് ആയിരിക്കണം ആൻഡ് സയൻസ് വിത്ത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് ആണ് പറയുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയാലും കുഴപ്പമില്ല. ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ ഡിപ്ലോമക്കാർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗോ ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ എങ്കിലും ഡിപ്ലോമ നേടിയിരിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 14 അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 14 മുമ്പ് ഡിഗ്രി അല്ലെങ്കിൽ ഈ ഡിപ്ലോമ, ഈ പറയുന്ന സ്പെസിഫിക് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയിരിക്കണം എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 18 മുതൽ 27 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സെയിം ആണ് ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത്. സെപ്റ്റംബർ 14 ആകുമ്പോഴേക്കും 27 വയസ്സ് കവിയാൻ പാടില്ല. SC ST അതേപോലെ തന്നെ OBC കാറ്റഗറിക്ക് നിയമാനുസൃതമായ റിലാക്സേഷൻ അവൈലബിൾ ആണ്. ഇനി നമുക്കുള്ള ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് കേരളത്തിൽ ജോലി കിട്ടുമോ എന്നുള്ളതായിരിക്കും. IB-യുടെ പോസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ ഓൾ ഇന്ത്യ സർവീസ് ലയബിലിറ്റി ഉള്ള പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സെർവ് ചെയ്യാം എന്നുള്ള കണ്ടീഷൻ ഉള്ളവർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? സ്കീം ഓഫ് ദി എക്സാമിനേഷൻ ആണ്. 3 tier എക്സാം ആണ്. അതിൽ Tier 1 എല്ലാ എക്സാമും നടക്കുന്നത് പോലെ തന്നെ ഒബ്ജക്റ്റീവ് ബേസ്ഡ് എക്സാം ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 2 മണിക്കൂറാണ് ഇതിന്റെ സമയം വരുന്നത്. പക്ഷേ എക്സാമിന്റെ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് 100 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ 25%, അതായത് 25 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ജനറൽ മെന്റൽ എബിലിറ്റി ആണെങ്കിൽ ബാക്കി 75% ചോദ്യങ്ങളും എസെൻഷ്യൽ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും. ലൈക്ക് ഇലക്ട്രോണിക്സ് ആയിരിക്കാം, അതേപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഫിസിക്സ് ഉണ്ടാകും, മാത്സ് ഉണ്ടാകും. അതിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും 75% ക്വസ്റ്റ്യൻസ് എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ക്ലിയർ ചെയ്യുമ്പോഴാണ് സ്കിൽ ടെസ്റ്റ് വരുന്നത്. അതാണ് Tier 2 എന്ന് പറയുന്നത്. അത് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിരിക്കും, ടെക്നിക്കൽ ഇൻ നേച്ചർ ആയിരിക്കും. 30 മാർക്കിന്റെയാണ് ഈ ഒരു സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ചെയ്യുമ്പോഴാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അഥവാ ഇന്റർവ്യൂ വരുന്നത്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് 20 മാർക്സിനാണ് വരുന്നത്. ഇനി ഫീസിന്റെ കാര്യം നമുക്ക് നോക്കാം. ഓൾ മെയിൽ കാൻഡിഡേറ്റ്സ്, UR ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, അതേപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സ് ആയിക്കോട്ടെ, ഈ 3 കാറ്റഗറിയിൽ പെടുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് 650 ആണ് ഫീ വരുന്നത്. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അതേപോലെ തന്നെ ഓൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അതേപോലെ തന്നെ SC ST വിഭാഗത്തിൽപ്പെട്ട മെയിൽ കാൻഡിഡേറ്റ്സിനും 550 റുപ്പീസ് ആണ് ഫീസായിട്ട് പേ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 2 കാര്യങ്ങളാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ഫോട്ടോയും സിഗ്നേച്ചറും. ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത ഫോട്ടോന്റെ അതേ കോപ്പികൾ കുറെ എണ്ണം എടുത്തു വെച്ചേക്കണം. കാരണം ഇത് പിന്നീടുള്ള സ്റ്റേജസിലെല്ലാം തന്നെ സെയിം ഫോട്ടോ വേണം എന്നുള്ളത് അവർ നിർബന്ധം പറയുന്നുണ്ട്. ഇല്ല എങ്കിൽ കാൻഡിഡേച്ചർ ക്യാൻ ബി ക്യാൻസൽഡ് എന്നുള്ളൊരു കേസും കൂടി പറയുന്നുണ്ട്. ഇനി സാലറിയുടെ സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ 25,500 മുതൽ 81,100 പ്ലസ് അതർ അലവൻസസ് എന്നാണ് പറഞ്ഞത്. സോ അത് ഇറ്റ് വിൽ ബി അറൌണ്ട് 90,000 കൂടുതലായിരിക്കും സാലറി വരുന്നത്. ഇനി ഈ പോസ്റ്റിനെ കുറിച്ച് വേറൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി ഉണ്ട്. അതായത് പോസ്റ്റുകൾ ടെമ്പററി ആണെന്ന് പറയുന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ അനുസരിച്ചും സിറ്റുവേഷന്റെ വേക്കൻസീസ് അനുസരിച്ചും പെർമനന്റ് ആക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതും കൂടി പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് 2 എണ്ണമാണ് ഉള്ളത്. MHA.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് കയറാവുന്നതാണ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല എങ്കിൽ NCS.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയാലും മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു എക്സ്റ്റേണൽ സൈറ്റ് കയറിയിട്ട് അതുവഴി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി കേരളത്തിലെ എക്സാം സെന്റേഴ്സ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. 7 സെന്റേഴ്സ് ആണ് വരുന്നത്. തിരുവനന്തപുരം വരുന്നുണ്ട്, അതേപോലെ തൃശ്ശൂർ, കോഴിക്കോട്, കോട്ടയം, കൊല്ലം, കണ്ണൂർ, എറണാകുളം 7 സെന്റേഴ്സോളമാണ് Tier 1ന്റെ എക്സാം സെന്റേഴ്സ് ആയിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് എന്തായാലും മറക്കണ്ട. 14th സെപ്റ്റംബറിന് മുമ്പായിട്ടാണ് ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഈ വിശദമായ നോട്ടിഫിക്കേഷൻ ഡോട്ട്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്.